ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് പുട്ടാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഒരു 2 ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് കിട്ടണം. കാരണം 1 കപ്പാണ് അരിപ്പൊടി എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ട്. 1 കപ്പ് പുട്ടുപൊടിയും എടുത്തിട്ടുണ്ട്. തുല്യ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കണം, പുട്ടിന് നനയ്ക്കുന്ന പോലെ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുട്ടിന് നനയ്ക്കുമ്പോഴത്തേന് നമ്മൾ വെള്ളം ഒഴിക്കുന്ന അത്രയും തന്നെ വെള്ളം വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റിൻ്റെ അകത്ത് ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ മിക്സ് ആകുമ്പോഴത്തേനും വെള്ളം അല്ലെങ്കിൽ ഇച്ചിരി നനവ് കൂടിപ്പോവും. അപ്പോൾ ഒരല്പം കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്കൊന്ന് പതുക്കെ തളിച്ച് കൊടുത്തൊന്ന് നനച്ചെടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഒരുവിധം നനഞ്ഞിട്ടുണ്ട് പുട്ടുപൊടി. കട്ടയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർക്കാം. രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും. തന്നെയല്ല, സാധാരണ പുട്ടിനേക്കാൾ കുറച്ചുകൂടെ ഗുണമുണ്ടല്ലോ ഇത്. കണ്ടോ, നല്ലതായിട്ട് ഞാനിതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ക്യാരറ്റും ആയിട്ടതൊന്ന് മിക്സായി വന്നിട്ടുമുണ്ട്. നമ്മൾ ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുണ്ട് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പം നമുക്ക് വെള്ളം കുറവാണ്, ഒരു അല്പം വെള്ളം തളിച്ച് കൊടുത്താൽ മതി. ഇത് കറക്റ്റ് നനവാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. കാരണം ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. ആ ചിരകുന്ന നേരം കൊണ്ട് ഇതൊന്ന് കുതിരട്ടെ ഇരുന്ന്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പുട്ടിന് ഇച്ചിരി തേങ്ങ ഉള്ളതാണ് എനിക്കിഷ്ടം. ഇനി ഒരു കുക്കറിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ തേങ്ങയും അരിപ്പൊടിയും മാവുണ്ടല്ലോ അതുകൂടെ ഇട്ട് നമുക്ക് പുട്ടാക്കി ആവി കയറ്റി എടുക്കണം. ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു കുറ്റി പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടി നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത പുട്ടും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ 2 കുറ്റി പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് 2 കുറ്റി പുട്ട് ലഭിക്കും.